നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. സ്ത്രീകൾക്ക് ഏറ്റവും കൂടുതൽ പ്രാതിനിധ്യം നൽകുന്ന, അവസരം നൽകുന്ന ഒരു സർക്കാർ ആയിരിക്കും ഞങ്ങളുടേത്. ഈ കഴിഞ്ഞ തിരഞ്ഞെടുപ്പ് സമയത്ത് UDF അവകാശപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണിത്. പ്രിയദർശിനി എന്ന് പറയുന്ന ഒരു സൗജന്യ യാത്രാ സംവിധാനങ്ങൾ പദ്ധതി നടപ്പിലാക്കിയതിലൂടെ തങ്ങൾ അതിന് തുടക്കം കുറിച്ചു എന്നും UDF മന്ത്രിമാരും അവകാശപ്പെട്ടു. പക്ഷേ കൈവിട്ടുപോയ വാക്ക് എന്നുള്ള തരത്തിലാണ് പിന്നീട് അങ്ങോട്ടുള്ള കാഴ്ചകൾ നമ്മൾ കണ്ടത്. മുഖ്യമന്ത്രിയാകട്ടെ, ഗതാഗത മന്ത്രിയാകട്ടെ, അറിയാതെ പറയുന്നതടക്കം സ്ത്രീവിരുദ്ധ പരാമർശങ്ങളാണ് എന്നുള്ളതാണ്. ഇപ്പോൾ ഏറ്റവും വലിയ വിവാദ വിഷയമായി നിൽക്കുന്നത് ഗതാഗത മന്ത്രി നടത്തിയിട്ടുള്ള ഒരു പ്രസംഗമാണ്. ആ പ്രസംഗത്തിന്റെ സാരാംശം എന്ന് പറയുന്നത്, പണമുള്ള ആളുകളും ഇപ്പോൾ പ്രിയദർശിനിയിൽ കയറാൻ വേണ്ടി തിങ്ങിക്കേറുന്ന സാഹചര്യമാണ്, സാധാരണക്കാരാണ് എന്നവർ കാണിച്ചു കൂട്ടാൻ വേണ്ടി നാടകം കളിക്കുന്നു എന്നുള്ള തരത്തിലൊക്കെയുള്ള ഒരു അധിക്ഷേപ പരാമർശമാണ്. അതായത് ഈ പ്രിയദർശിനി പദ്ധതി ഉണ്ടാക്കിയിരിക്കുന്നത് കേരളത്തിലെ എല്ലാ സ്ത്രീകൾക്കും വേണ്ടിയല്ല, കയ്യിൽ പണമില്ലാത്ത ദരിദ്ര കുടുംബത്തിലുള്ള സ്ത്രീകൾക്ക് വേണ്ടിയാണ് എന്നൊരു പറയാതെ പറയുന്ന രീതിയാണ് ഇവിടെ ഇപ്പോൾ ജനങ്ങൾ വിലയിരുത്തുന്നത്. പിന്നെ എന്തിനാണ് കേരളത്തിലെ സ്ത്രീകൾക്ക് സൗജന്യ യാത്ര എന്നുള്ള തരത്തിൽ ഒരു പ്രചാരണം നടത്തിയത് എന്നുള്ള വളരെ ഗുരുതരമായിട്ടുള്ള ഒരു ചോദ്യമുണ്ട്. എന്തായാലും KSRTC പ്രിയദർശിനി സർവീസുമായി ബന്ധപ്പെട്ട് സ്ത്രീകളുടെ തിരക്കിനെ കാണിക്കാൻ വേണ്ടി നടത്തിയിട്ടുള്ള ഗതാഗത മന്ത്രിയുടെ പ്രസംഗം കൈവിട്ടു പോയിരിക്കുകയാണ്. വലിയ വിവാദത്തിലേക്ക്, സ്ത്രീകളെ അടക്കം അധിക്ഷേപിച്ചു എന്നുള്ള തരത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നു. KSRTC പ്രിയദർശിനിയിൽ സൗജന്യ യാത്ര ചെയ്യുന്ന സ്ത്രീകളെ അധിക്ഷേപിച്ച് ഗതാഗത മന്ത്രി CP ജോൺ നടത്തിയിട്ടുള്ള ആ ഒരു പ്രസംഗം ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലാണ്. കേരള പ്രൈവറ്റ് ബസ് ആൻഡ് ട്രാൻസ്പോർട്ട് അസോസിയേഷൻ സംസ്ഥാന സമ്മേളനത്തിൽ സംസാരിക്കവെയായിരുന്നു മന്ത്രിയുടെ ഈ ഒരു പരാമർശം. കാശ് കുറഞ്ഞ ട്രാൻസ്പോർട്ടിൽ തള്ളിക്കയറുന്ന സ്ത്രീകൾ അവരുടെ മക്കളെ ചേർക്കുന്നത് ഫീസ് കൊടുക്കുന്ന സ്വകാര്യ സ്കൂളിലാണെന്നും അസുഖം വന്നാൽ പ്രൈവറ്റ് ആശുപത്രിയിൽ പോകാതെ ഗവൺമെന്റ് ആശുപത്രിയിൽ വരാന്തയിൽ കിടക്കുകയാണ് എന്നുമാണ് മന്ത്രിയുടെ പരാമർശം. കേരളത്തിലെ ജനങ്ങളുടെ ബിഹേവിയർ എനിക്ക് മനസ്സിലാക്കുന്നില്ല. പാവപ്പെട്ടവനായി പണക്കാരൻ അഭിനയിക്കുന്നു, പരമദരിദ്രനായി അഭിനയിക്കുന്നു. അഭിനയം എന്നാൽ ചെറിയൊരു കാര്യമല്ല. ബസ്സിന് കാശില്ലാത്ത സ്ത്രീ സ്വകാര്യ സ്കൂളിലേക്കാണ് കുട്ടികളെ കൊണ്ടുപോകുന്നത്. സർക്കാർ സ്കൂളുകളിൽ സീറ്റുകൾ ഒഴിഞ്ഞു കിടക്കുമ്പോഴും ഫീസ് കൊടുക്കേണ്ടാത്ത സ്കൂളുകളിൽ പോകാതെ പ്രൈവറ്റ് സ്കൂളിൽ അയക്കുന്നു. എന്നാൽ അസുഖം വന്നാൽ ഇതേ സ്ത്രീ തന്റെ അച്ഛനെയും ഭർത്താവിനെയും കൊണ്ട് ഗവൺമെന്റ് ആശുപത്രിയുടെ വരാന്തയിൽ കിടക്കുന്നു. ഇതായിരുന്നു ഗതാഗത മന്ത്രിയുടെ പരാമർശം. പൊതുഗതാഗതം, പൊതുജനാരോഗ്യം, പൊതുവിദ്യാഭ്യാസം, ഈ 3 കാര്യങ്ങൾ കേരളത്തിലെ ജനങ്ങളുടെ പെരുമാറ്റം അത് തന്നെ അതിശയിപ്പിക്കുന്നുണ്ട് എന്ന് ഗതാഗത മന്ത്രി പറയുന്നു. ബസ് വന്നാൽ കാശ് കുറഞ്ഞ ട്രാൻസ്പോർട്ടിൽ തള്ളിക്കയറുക, തൊട്ടപ്പുറത്ത് കുട്ടികളെ ചേർക്കുന്ന ഫീസ് കൊടുക്കുന്ന സ്വകാര്യ സ്കൂളിലേക്ക് കൊണ്ടുപോകുക, അസുഖം വന്നാൽ പ്രൈവറ്റ് ആശുപത്രിയിൽ പോകാൻ പേടിയാണ്, കാരണം അവിടെ കൊടുക്കാൻ പൈസയില്ല. പക്ഷെ പ്രിയദർശിനി വന്നപ്പോൾ നിങ്ങളുടെ ബസ് വിട്ട് പ്രിയദർശിനി കാത്തുനിന്ന് തിക്കിത്തിരക്കി ആളുകൾ പോകുന്നു എന്നൊക്കെയാണ് മന്ത്രി പറയുന്നത്. ഇതിന്റെ ഒരു സാരാംശം, അല്ലെങ്കിൽ മന്ത്രി ഇതോട് ഉദ്ദേശിച്ചത് സ്ത്രീകൾ അത്രയും പേർ പ്രിയദർശിനിയെ ചൂസ് ചെയ്തു എന്ന് കാണിക്കാൻ വേണ്ടിയാണ്. പക്ഷേ മന്ത്രി പറയാതെ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, കേരളത്തിലെ എല്ലാ സ്ത്രീകൾക്കും വേണ്ടിയല്ല ഈ ഒരു പദ്ധതി തുടങ്ങിയിരിക്കുന്നത് എന്നുള്ള ഒരു പരാമർശമാണ്. എന്തുകൊണ്ടാണ് ഒരു മന്ത്രി എന്നുള്ള നിലയിൽ അദ്ദേഹം ഈ ഒരു കാര്യം മനസ്സിലാക്കാത്തത് എന്നുള്ളത് വളരെ ഗുരുതരമായിട്ടുള്ള ഒരു ചോദ്യമായിട്ട് ഇപ്പോൾ ഉയരുന്നുണ്ട്. കാരണം പാവപ്പെട്ടവന് പണക്കാരന് എന്നുള്ള ഒരു വകതിരിവ് എന്തിനാണ് എന്നുള്ള ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമുണ്ട്. കാശുള്ളവന് പ്രിയദർശിനിയിൽ കയറാൻ പാടില്ല എന്ന് എവിടെയും പറഞ്ഞിട്ടില്ല. ഇനി പ്രിയദർശിനിയിൽ കയറുന്ന ആളുകൾക്ക് തങ്ങളുടെ മക്കളെ ഗവൺമെന്റ് ഹോസ്പിറ്റലുകളിൽ കൊണ്ടുപോകാൻ പാടില്ല എന്നും എവിടെയും പറഞ്ഞിട്ടില്ല. അതുപോലെ തന്നെ ഈ പണക്കാരുടെ കുട്ടികൾ പഠിക്കുന്ന വിദ്യാലയങ്ങളിൽ തങ്ങളുടെ മക്കളെ പഠിപ്പിക്കണമെന്ന ആ കുടുംബത്തിന് ആഗ്രഹമുണ്ടെങ്കിൽ അതിനും ഇവിടെ ആർക്കും തടസ്സം പറയാൻ പറ്റില്ല. പക്ഷെ ഇതിനൊക്കെ പരിഹാസ രൂപേണയാണ് ഒരു മന്ത്രി എന്ന നിലയിൽ ഗതാഗത മന്ത്രി ഇപ്പോൾ കൈകാര്യം ചെയ്തിരിക്കുന്നത് എന്നുള്ളത് വളരെ ഗുരുതരമായിട്ടുള്ള ഒരു വിഷയമായിട്ട് മാറിയിരിക്കുകയാണ്. അതേസമയം കഴിഞ്ഞ കുറച്ചധികം കാലമായിട്ട് മുഖ്യമന്ത്രി VD സതീശനും സമാന രീതിയിൽ സ്ത്രീവിരുദ്ധ പരാമർശങ്ങൾ നടത്തുന്നു എന്നുള്ള തരത്തിൽ വിവാദങ്ങളിൽ കയറിയിട്ടുണ്ട്. ഇത്തരത്തിൽ കാര്യങ്ങൾ കൈവിട്ടുപോയ വാക്ക് എന്നുള്ളത് മനസ്സിലാകുമ്പോൾ പിന്നീട് അതിനെ തിരുത്തി കുറിച്ച് ഞങ്ങൾ അങ്ങനെയല്ല ഉദ്ദേശിച്ചത് എന്ന് പറഞ്ഞു വരുന്ന രീതിയും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസങ്ങളിലാണ് മുഖ്യമന്ത്രി VD സതീശൻ സ്ത്രീവിരുദ്ധ
പരാമർശം നടത്തി എന്നുള്ള തരത്തിൽ വിവാദം ഉണ്ടായത്. ആ സമയത്ത് സ്ത്രീവിരുദ്ധ പരാമർശം താൻ നടത്തിയിട്ടില്ലെന്നായിരുന്നു മുഖ്യമന്ത്രി വി.ഡി. സതീശന്റെ വാദം. തന്റെ പ്രസംഗം മുഴുവൻ കേൾക്കാത്തത് കൊണ്ടുള്ള വിവാദമാണ് ഇപ്പോഴുണ്ടായതെന്ന് അദ്ദേഹം ന്യായീകരിച്ചു. കുറച്ചാളുകൾ മൈക്രോസ്കോപ്പ് ലെൻസ് വെച്ച് എന്തെങ്കിലും ഉണ്ടായോ എന്ന് നോക്കുമ്പോഴാണ് പ്രശ്നം എന്നും മുഖ്യമന്ത്രി കുറ്റപ്പെടുത്തി. അമ്മ മരിച്ചിട്ട് 27 വർഷം, ഇന്നും ആ രുചി നാവിലുണ്ടെന്നും അത്തരം രുചികൾ മക്കൾക്ക് പകർന്നു കൊടുക്കണമെന്നാണ് താൻ ഉദ്ദേശിച്ചതെന്നും മുഖ്യമന്ത്രി ന്യായീകരിച്ചു. താൻ പ്രസംഗിച്ചപ്പോൾ മകന്റെ ഭാര്യയ്ക്ക് മാത്രം എന്നല്ല പറഞ്ഞതെന്നും മക്കൾക്ക് എന്നുകൂടി പറഞ്ഞിരുന്നു എന്നും മുഖ്യമന്ത്രി ചൂണ്ടിക്കാട്ടി. മക്കൾ എന്നതിൽ സ്ത്രീയും പുരുഷനും ഇല്ലേ എന്നാണ് മുഖ്യമന്ത്രിയുടെ ചോദ്യം. 14ാമത് പമ്പ സാഹിത്യോത്സവം ഉദ്ഘാടനം ചെയ്ത് നടത്തിയ പ്രസംഗമായിരുന്നു അന്ന് വിവാദമായത്. കല ഉൾപ്പെടെയുള്ള പരമ്പരാഗതമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും നിലനിർത്തേണ്ടതാണ്. മുൻ തലമുറകൾ നമുക്ക് പകർന്നു തന്ന ഒന്ന്. പക്ഷേ ഇന്ന് ആരും അടുത്ത തലമുറയ്ക്ക് ഇത് പകർന്നു നൽകുന്നില്ല. ഞാൻ ചില അമ്മമാരോട് പരാതി പറയും. ചില അമ്മമാർ പ്രത്യേക ഡിഷ് ഉണ്ടാക്കും, പക്ഷേ അവരുടെ മക്കൾക്കത് പകർന്നു കൊടുക്കുന്നില്ല എന്നും. മക്കൾക്കോ മകന്റെ ഭാര്യയുമായി വരുന്ന ആർക്കെങ്കിലുമോ ആ ഭക്ഷണത്തിന്റെ പ്രത്യേകത പറഞ്ഞു കൊടുക്കണം എന്നതായിരുന്നു വി.ഡി. സതീശന്റെ പരാമർശം. എന്നാൽ മക്കൾ എന്ന് പറയുന്നത് പെൺമക്കൾ മാത്രമായി എവിടെയാണ് അടയാളപ്പെടുത്തിയിരിക്കുന്നതെന്ന് മുഖ്യമന്ത്രി ചോദിച്ചു. മക്കൾക്കും പകർന്നു കൊടുക്കണം. വീട്ടിലേക്ക് പുതിയതായി വരുന്ന ആൾ എന്ന നിലയ്ക്ക് മകന്റെ ഭാര്യയ്ക്കും പറഞ്ഞു കൊടുക്കണം എന്നാണ് താൻ ഇതിലൂടെ ഉദ്ദേശിച്ചതെന്ന് മുഖ്യമന്ത്രി വിശദീകരിച്ചു. എന്തായാലും ഇത്തരത്തിൽ കാര്യങ്ങളൊന്ന് കെട്ടടങ്ങി നിൽക്കുന്ന സാഹചര്യത്തിലാണ് ഇപ്പോൾ ഗതാഗത മന്ത്രിയുടെ കൈവിട്ടുപോയ ആ ഒരു വാക്കും. ഈ ഒരു സംഭവത്തിൽ സർക്കാരിന് വലിയ വിയോജിപ്പുണ്ട് എന്നുള്ള സൂചനകളാണ് പുറത്തു വരുന്നത്. ഗതാഗത മന്ത്രി CP ജോൺ സ്വകാര്യ ബസ് ഉടമകളുടെ സമ്മേളനത്തിൽ സ്ത്രീകളെയും സാധാരണക്കാരെയും പരിഹസിച്ചു നടത്തിയ പ്രസ്താവന എന്നുള്ള രീതിയിൽ മുഖ്യമന്ത്രി വി.ഡി. സതീശന് ഇതിൽ കടുത്ത അതൃപ്തിയുണ്ട് എന്നുള്ള റിപ്പോർട്ടുകളാണ് പുറത്തുവരുന്നത്. പൊതുജന മധ്യത്തിലും വിവിധ ജനവിഭാഗങ്ങൾക്കിടയിലും UDF സർക്കാരിന്റെ പ്രതിച്ഛായയ്ക്ക് കനത്ത മങ്ങലേൽക്കുന്ന രീതിയിലാണ് മന്ത്രി സംസാരിച്ചതെന്നാണ് മുഖ്യമന്ത്രിയുടെ വിലയിരുത്തൽ. വിഷയത്തിൽ തന്റെ കടുത്ത അമർഷം, വിയോജിപ്പ് എന്നിവ മന്ത്രി CP ജോണിനെ നേരിട്ട് അറിയിക്കാനാണ് തീരുമാനമെന്നും മുഖ്യമന്ത്രി സൂചന നൽകുന്നു. അനാവശ്യ വിവാദങ്ങൾ ക്ഷണിച്ചു വരുത്തി സർക്കാരിന്റെ ക്ഷേമ പ്രവർത്തനങ്ങളുടെ തിളക്കം കെടുത്തരുതെന്നാണ് മുഖ്യമന്ത്രി മന്ത്രിമാർക്ക് കർശന നിർദ്ദേശം നൽകാൻ ഉദ്ദേശിക്കുന്നത്. മന്ത്രിയുടെ വാക്കുകൾ അതിരുവിട്ടു പോയെന്ന വികാരം മുന്നണികൾക്കുള്ളിലും ഇപ്പോൾ ശക്തമാണ്. സർക്കാരിന്റെ പ്രധാന ഗ്യാരണ്ടി പദ്ധതികളിലൊന്നായിട്ടുള്ള പ്രിയദർശിനി സൗജന്യ ബസ് യാത്രയെന്നും സാധാരണക്കാർ മക്കളെ മികച്ച വിദ്യാഭ്യാസം നൽകാൻ സ്വകാര്യ സ്കൂളുകളിലേക്ക് അയക്കുന്നതിനെയും മന്ത്രി പരിഹസിച്ചത് വൻ തിരിച്ചടിയാകുമെന്നുമാണ് മുന്നണി നേതൃത്വവും കരുതുന്നത്. UDF ഘടകകക്ഷിയായ മുസ്ലിം ലീഗും വിഷയത്തിൽ വലിയ ആശങ്കയാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. വരും തെരഞ്ഞെടുപ്പുകളിൽ സ്ത്രീ വോട്ടർമാരെ UDF-ൽ നിന്ന് അകറ്റാൻ ഇത്തരം അപക്വമായിട്ടുള്ള പ്രസ്താവനകൾ ഇടയാക്കുമെന്ന് ലീഗ് നേതൃത്വം മുന്നണികൾ തലപ്പത്ത് ഇതിനകം തന്നെ ആശങ്ക അറിയിച്ചു കഴിഞ്ഞതായാണ് സൂചന. ഇതിനിടെ മന്ത്രിയുടെ പ്രസ്താവന കേവലം നാക്കുപിഴയല്ലെന്നും ഭരണവർഗ ജനവിരുദ്ധ മനോഭാവമാണ് എന്ന് ആരോപിച്ച് പ്രക്ഷോഭം കടുപ്പിക്കാനൊരുങ്ങുകയാണ് CPIM-ന്റെയും BJP-യുടെയും തീരുമാനം. ഭരണത്തിലിരുന്ന് സാധാരണക്കാരുടെയും സ്ത്രീകളുടെയും ആത്മാഭിമാനത്തെ ചോദ്യം ചെയ്ത CP ജോൺ രാജിവെച്ച് പുറത്തു പോകണമെന്നാണ് പ്രതിപക്ഷ പാർട്ടികളുടെ ആവശ്യം. ഈ വിഷയത്തിൽ DYFI-യും മഹിളാ അസോസിയേഷനും യുവമോർച്ചയും തെരുവിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞു. വരും ദിവസങ്ങളിൽ നിയമസഭയ്ക്കുള്ളിലും പുറത്തും ഒരേപോലെ വിഷയം ശക്തമായി ഉന്നയിച്ച് സർക്കാരിനെ പൂർണ്ണമായി പ്രതിരോധിക്കാനാണ് പ്രതിപക്ഷ സംഘടനകളുടെ തീരുമാനം. സ്കൂൾ ഫീസും ചികിത്സാ ചെലവും വഹിക്കുന്ന അമ്മമാരുടെ ത്യാഗത്തെ പണക്കാരനായി അഭിനയിക്കൽ എന്ന് വിശേഷിപ്പിച്ച മന്ത്രി മാപ്പ് പറയണമെന്നുള്ളതാണ് ഇവരുടെയൊക്കെ പ്രധാനപ്പെട്ട ആവശ്യം.